അദൃശ്യവേദ ക്ഷേത്രച്ചുവരുകളിലെ നിഗൂഢലിഖിതങ്ങൾ വിധി മാറ്റിയെഴുതാൻ ഒരുങ്ങുന്നു. ആർഷൻ കുനിഞ്ഞു നിന്ന് ചുമരിലെ ആ വിചിത്രമായ ചിഹ്നങ്ങളിൽ വിരലോടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവന്റെ മേൽ ഒരു നിഴൽ വന്നു പതിച്ചത്. അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. പിന്നിൽ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. എന്താ മകനെ നീ അവിടെ ചെയ്യുന്നത്? ഞാൻ ഈ വിചിത്രമായ ചിഹ്നങ്ങൾ നോക്കുകയായിരുന്നു. ഈ ചിഹ്നത്തെക്കുറിച്ച് അങ്ങേക്ക് എന്തെങ്കിലും അറിയാമോ? ഇല്ല മകനെ, എനിക്കൊന്നും അറിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം. ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടം ഭരിച്ചിരുന്ന ഒരു പ്രശസ്തനായ രാജാവിന്റെ മകന്റെ താൽപര്യപ്രകാരമായിരുന്നു. അദ്ദേഹത്തിന് എന്തൊക്കെയോ അത്ഭുത ശക്തികളുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതും പറഞ്ഞ് പൂജാരി ദൂരേക്ക് നടന്നു നീങ്ങി. പൂജാരിയുടെ വാക്കുകൾ കേട്ട് ആർഷന് ഞെട്ടലാണുണ്ടായത്. അവൻ തേടി നടന്ന ശക്തികളുടെ ശേഷിപ്പുകൾ ഈ ക്ഷേത്രത്തിൽ തന്നെയാണെന്ന് അവൻ ഉറപ്പായി. ആ ചിഹ്നങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കണമെന്ന് ഉറപ്പിച്ച് ക്ഷേത്രദർശനവും കഴിഞ്ഞ് അവൻ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയപ്പോൾ അവന്റെ അച്ഛൻ വിശ്വനാഥ് ഉമ്മറത്ത് ചാരുകസേരയിലിരിപ്പുണ്ട്. അവൻ വീട്ടുപടിക്കലെത്തിയപ്പോൾ അവന്റെ അമ്മ മാധവി വീടിന് പുറത്തുവന്ന് ദേഷ്യത്തോടെ ആർഷിനോട് ചോദിച്ചു, നിന്റെ പ്രൊഫസർ എത്ര പ്രാവശ്യം ഫോൺ ചെയ്തു എന്ന് നിനക്കറിയാമോ? നീ എന്താ പ്രൊഫസറുടെ ലാബിലേക്ക് പോകാത്തത്? അവിടെ ഒരുപാട് ജോലി കിടക്കുന്നുണ്ടെന്ന് അദ്ദേഹം എന്നോട് ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു. എനിക്ക് അവിടെ പോകാൻ ഇഷ്ടമില്ല അമ്മേ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൻ തന്റെ വീട്ടിൽ സജ്ജീകരിച്ചിട്ടുള്ള ചെറിയ ലാബിലേക്ക് കയറിപ്പോയി. അപ്പോൾ അമ്മ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു, നീ എങ്ങും പോകണ്ട, ഇവിടെ ഒരു റൂമിൽ കയറി കമ്പ്യൂട്ടറിന്റെ മുന്നിലിരുന്ന് കുറെ പുസ്തകങ്ങളും വായിച്ചിവിടെ ഇരുന്നു. വീട്ടിലെ ചെലവിന് നിന്റെ അച്ഛന്റെ പെൻഷൻ മാത്രമാണുള്ളത്. നിന്റെ സമ്പാദ്യം മുഴുവനും നിന്റെ റിസർച്ചിനും ലാബിനുമായി തുലച്ചു എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ അമ്മ അകത്തേക്ക് പോകുന്നു. ആർഷൻ തന്റെ മുറിക്കുള്ളിലെ ലാബിൽ തനിച്ചാകുന്നു. അവന്റെ മനസ്സിൽ ഇപ്പോഴും ആ ക്ഷേത്രത്തിലെ ചിഹ്നങ്ങളും പൂജാരിയുടെ വാക്കുകളും ഓർത്തുകൊണ്ടിരിക്കവേ അവന്റെ റൂമിലേക്ക് ഒരാൾ കടന്നുവന്നു. ആർഷന്റെ ഗവേഷണമുറിയിലേക്ക് കടന്നുവന്ന ആ നിഴൽ ഒരു ഞെട്ടിക്കുന്ന വഴിത്തിരിവാണോ അതോ അവനെ തേടി മറ്റാരെങ്കിലും വന്നതാണോ? അവന് ഇനി എന്ത് സംഭവിക്കുമെന്നറിയാൻ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കൂ. അദൃശ്യവേദയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.